ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നന്നായി പഠിക്കുന്നുവെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഏകദേശം 1200ഓളം ക്ലാസ് ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതിയെടുത്ത് തന്നെ കാണുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പരീക്ഷകൾ വളരെ പെട്ടെന്ന് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പഠനത്തിൻ്റെ തീവ്രത ഒന്ന് കൂട്ടണം. ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ മാക്സിമം കാര്യങ്ങൾ തരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങളത് ചെയ്യണം. മറ്റൊന്ന്, ഏജ് റിലാക്സേഷൻ്റെ അപേക്ഷകളുടെ പുറകെ ഞങ്ങളുമുണ്ട്. ഒന്നും അതായിട്ടില്ല. നമുക്ക് അനുകൂലമായി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് തടസ്സമില്ലല്ലോ. ഏതായാലും തൊഴിലില്ലാത്തവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അത് അധികാരികളുടെ മുമ്പിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം നമ്മൾ നിരാശപ്പെടാതെ നമുക്ക് പഠിക്കേണ്ടതുമുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. പതിവ് പോലെ വൈഷ്ണവിയുണ്ട്, ഐശ്വര്യമുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സൂരജുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ ക്വസ്റ്റ്യനും കൂടെ ചേർന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അതിനകത്ത് കയറി വരും. നമുക്കങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങളെല്ലാം നമ്മളിങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല, വിമർശിക്കണം. ഇതിങ്ങനെയാകണം, അങ്ങനെയാകണം, കുറച്ചുകൂടി മെച്ചപ്പെടണം. ഇത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആക്ഷേപിക്കാനല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇപ്പം നമ്മുടെ ഈ കമൻസുകളിൽ തിരികെ കയറ്റൽ, പിൻവാതിൽ നിയമനമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവരിവിടെ നിർത്തിവെച്ചിട്ട് പഠിക്കാൻ പോയതുകൊണ്ടാണ്. മനസ്സിലായി? കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പഠിച്ചേ വെക്കുള്ളൂ. അല്ലാതെ നമ്മൾ ബഹളത്തിനും അക്രമത്തിനും ഒന്നും പോയാൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. നമുക്ക് ജീവിതമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ആ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധാരണക്കാരുടെ മക്കൾക്ക് എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അത് യാതൊരു സംശയവും വേണ്ട. ശരി, നമുക്കിനി തുടങ്ങിയാലെന്താ? ഹാപ്പിയാണല്ലോ എല്ലാവരും? ആണോ? ഹാപ്പിയാണോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും ഇത് അനുഭവിക്കുന്ന കുട്ടികളിൽ നിന്നൊരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. നമ്മൾ അറിയുന്നില്ല ആ ബ്ലെസ്സിങ്സ്. കാരണം എന്ന് വെച്ചാൽ ഇത് മറ്റ് സോഴ്സുകളൊന്നും ഇല്ലാത്ത കുട്ടികളാണല്ലോ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്. സൗകര്യമുള്ളവർ 99.99 പോയി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ഒരു ആപ്പ് തുടങ്ങി. ആപ്പിൽ 5 ലക്ഷം പേർ പങ്കെടുക്കുകയാണ്. ഈ 5 ലക്ഷം പേർക്ക് കിട്ടുന്ന ഒരേ മെറ്റീരിയലാണ്. മനസ്സിലായില്ല? അപ്പോൾ 5 ലക്ഷം പേർക്കും കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലേ ഇത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും എന്നുള്ളത് സംശയം വേണ്ട. ശരി, ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ എന്താ? ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആവർത്തന പട്ടിക. ഈ ആവർത്തന പട്ടികകളുടെ ഗ്രൂപ്പുകളെക്കുറിച്ചും അതിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിച്ചുകൊണ്ട് ഈ ക്ലാസ് തുടങ്ങാം. എന്തു പറയുന്നു? ആവർത്തന പട്ടിക. ശരി, പറയൂ. ആർക്കാണ് സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരുമാണ് സംസാരിക്കാതിരിക്കുന്നത്. പറയൂ. ഐശ്വര്യ സംസാരിക്കും അല്ലേ? ആദ്യം ഐശ്വര്യ സംസാരിക്കട്ടെ. പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് ആണ്. മെൻഡലീഫ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോഴ്സ്ലി ആണ്. അപ്പൊ ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചാൽ മെൻഡലീഫും, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോഴ്സ്ലി ആണ്. എത്ര ഗ്രൂപ്പുകളാണുള്ളത്? പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ആകെ 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതേപോലെ പീരിയോഡിക് ടേബിളിലുള്ള പീരീഡുകളുടെ എണ്ണം 7 ആണ്. വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരീഡുകൾ. അങ്ങനെ ആകെ 7 പീരീഡുകളാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത്. ഇനി ആവർത്തന പട്ടികയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂലകങ്ങളുടെ പ്രതീകം കണ്ടുപിടിച്ച വ്യക്തിയാണ് ബെർസീലിയസ്. മൂലകങ്ങളുടെ പ്രതീകം കണ്ടുപിടിച്ച വ്യക്തി ബെർസീലിയസ് ആണ്. ശരി, അപ്പോൾ ആവർത്തന പട്ടികയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിനകത്തുള്ള ബ്ലോക്കുകൾ SPDF. ഓക്കെ, അതിനകത്തുള്ള ബ്ലോക്കുകളാണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അതുപോലെ എഫ് ബ്ലോക്ക്. ശരി, അപ്പോൾ ആവർത്തന പട്ടികയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ആ വാതകം ഏതാണ്? ഓക്സിജനാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? ഓക്സിജൻ 21%, അതായത് 20.95% ഓക്സിജൻ ഉള്ളത്. ശരിയല്ലേ? ഓക്സിജൻ ഉള്ളത്. ഇതിൽ ബി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനാണ്.
അതെ. ഹൈഡ്രജനെ പറ്റി പറയുമ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതുപോലെ ഈ ഹൈഡ്രജൻ ആയിരുന്നാലും ഓക്സിജൻ ആയിരുന്നാലും ആ പേര് നൽകിയത് ലാവോസിയാണ്. അത് നോട്ട് ചെയ്ത് പോകണം. ലാവോസിയാണ് ആ പേര് നൽകിയത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്ലി, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. സോറി, ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണെങ്കിൽ നൈട്രജൻ ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ്. ഇനി ഇതിലൊരു ഓപ്ഷൻ ഉള്ളത് സി ഓപ്ഷൻ, നൈട്രജൻ ആണ്. നൈട്രജനെ കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. 78.08% നൈട്രജൻ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. നൈട്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ്. പിന്നെ ഈ ഡാനിയൽ റൂദർഫോർഡ് നൈട്രജൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആരാണ്? ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ചതാണ് അല്ലേ? ആറ്റം മോഡൽ കണ്ടുപിടിച്ചതാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാൽ ഡാനിയൽ റൂദർഫോർഡ് നൈട്രജൻ കണ്ടുപിടിച്ചതാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 78% എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. ഇതിൽ ഒരു നീൽസ് ബോർ എന്ന വ്യക്തിയും ആറ്റം മോഡൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആറ്റത്തിനൊരു മാതൃക കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അത് ശരി. ശരി. അപ്പോൾ ഹീലിയമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഹീലിയം നിറവും ഗന്ധവും ഇല്ലാത്ത വാതകമാണ് ഇതെന്ന് പറയുന്നത്. ഹീലിയം എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിജനും ഈ പറയുന്ന സവിശേഷതകളുണ്ട്. നിറവും ഗന്ധവും. ഈ ഹീലിയം എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടോ. സൂര്യൻ ഏകദേശം ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8.20 മിനിറ്റാണ് എടുക്കുന്നത് അല്ലേ? 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്നത്. ഊർജത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? സൂര്യൻ തന്നെയാണ്. ഈ സൂര്യനിൽ എത്ര ശതമാനമാണ് ഹൈഡ്രജൻ ഉള്ളത്? 92% ഹൈഡ്രജനാണ്. 8% ഹീലിയമാണ്. 8% ഹീലിയമാണ്. അത് നമുക്കൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് കൂട്ടാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ക്വസ്റ്റ്യൻ. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സിലിക്കയാണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിലിക്കയാണ്. സിമന്റ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ആസ്പിഡിനാണ് സിമന്റ് കണ്ടുപിടിച്ചത്. എന്താണ് ബേക്കലൈറ്റ്? കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. അല്ലേ? കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം ആകാശത്ത് പിന്നീട് ശബ്ദം കേൾക്കുന്നില്ല. ആ ശബ്ദം കേൾക്കാത്തതിനുള്ള കാരണം എന്താണ്? വായു ഇല്ലാത്തതുകൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരുന്നത്. അത് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഏതാണ്? വായു ആണ്. വായു എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഈ ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ മൂന്നാമത്തത് ഏതാണ്? ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്നതാണ് ഐസക് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ശരി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കാൻ ഒരു ശ്രമം നടത്തണം. അതുകൊണ്ട് നമ്മുടെ വിശദീകരണം ഇങ്ങനെ തന്നെ പോട്ടെ, എന്നിട്ട് അവർ അഭിപ്രായം എഴുതിട്ടെ അല്ലേ? പിന്നെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്ര? സൗരയൂഥത്തിൽ ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങൾ എത്ര? 8 ഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് അകലത്തിൽ ഈ 8 ഗ്രഹങ്ങളെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് 2020 ഒക്ടോബറിൽ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പണ്ടൊരു ചെറിയൊരു വാക്യം പഠിച്ചിട്ടുണ്ട്. ആ വാക്യം ഒന്ന് ബോർഡിൽ എഴുതി ആ സൂര്യൻ്റെ ഒരു പടവും കാണിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അപ്പോൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണമാണ് അവിടെ പറയാൻ പോകുന്നത്. ശരിയല്ലേ? ശരി. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും ചോദിക്കാം. വൈഷ്ണവി, ഈ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാടാണ്. കൃഷിക്ക് വേണ്ടി ഭൂമി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മീനറ എന്നറിയപ്പെടുന്ന ഏതാണ്? കുട്ടനാടാണ്. മീനറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. തെക്കേ ഇന്ത്യയിലാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. എന്നാൽ ഇന്ത്യയുടെ
ധാന്യ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ പിന്നെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ജാർഖണ്ഡാണ്. ധാതു കലവറ എന്നറിയപ്പെടുന്ന പിന്നെ മേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ഏരിയ. ഛോട്ടാ നാഗ്പൂർ ഏരിയ. അത് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ശരി. അപ്പോൾ ഇതിനിടയിൽ ഐശ്വര്യ എല്ലാം എഴുതി റെഡിയാക്കി. ഐശ്വര്യ ഇതിനെക്കുറിച്ചാണ് പറയണമെന്ന് നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയൂ. സൂര്യനിൽ നിന്നുള്ള അകലത്തില് ഗ്രഹങ്ങൾ 8 അപ്പൊ 8 ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അല്ല 8 ഗ്രഹങ്ങൾ, അതിനെന്തോ കോഡുണ്ടല്ലേ? എന്താണ് കോഡ്? മൈ വെരി ഏണസ്റ്റ് മദർ ജസ്റ്റ് ഷോ അസ് 9 പ്ലാനറ്റ്സ്. ഞാൻ ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ശരി. അപ്പോൾ എമ്മിന്റെ വരയിട്ടിട്ട് മെർക്കുറി, ബുധൻ. ഈ മലയാളം കൂടെ പറഞ്ഞു കൊടുക്കണം അല്ലേ? ബുധൻ. അടുത്തത് മൈ വെരി, വീനസ്. ശുക്രൻ. സൂര്യനിൽ നിന്ന് രണ്ടാമത്തെ അകലത്തിൽ നിൽക്കുന്നതാണ് ശുക്രൻ. അടുത്തത് ഈ എർത്ത്. സൂര്യനിൽ നിന്ന് മൂന്നാമത്തെ അകലത്തിൽ നിൽക്കുന്നു എർത്ത്. അകലത്തിൽ മൂന്നാമത് നിൽക്കുന്നതാണ് ഭൂമി, എർത്ത്. അടുത്തത് മാർസ് ചൊവ്വ അല്ലേ? മാർസ് ചൊവ്വ. ശരി. അടുത്തത് ജൂപ്പിറ്റർ വ്യാഴം. അടുത്തത് എസ് സാറ്റേൺ ശനി. യുറാനസ്. നെപ്റ്റ്യൂൺ. അടുത്തത് പിന്നെ പ്ലാനറ്റിന്റെ വെച്ചിട്ട് പ്ലൂട്ടോ. അപ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് താഴോട്ടൊരു ആരോ ഇട്ടിട്ട് അത് ഗ്രഹപ്പട്ടികയിൽ നിന്ന് മാറിയ വർഷം എന്ന് പറയുക. 2006 പ്ലൂട്ടോയെ ഗ്രഹപ്പട്ടികയിൽ നിന്ന് മാറ്റി. അപ്പൊ ഇപ്പൊ ആകെ ഗ്രഹങ്ങൾ എത്രയാണ്? 8 ഗ്രഹങ്ങളാണ്. 9 പ്ലാനറ്റ് എന്ന് പറയും, പക്ഷെ കോഡിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ ബോർഡിൽ കിടക്കുന്ന കോഡ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 8 ഗ്രഹങ്ങളാണ്. മൈ വെരി ഏണസ്റ്റ് മദർ ജസ്റ്റ് ഷോ അസ് 9 പ്ലാനറ്റ്സ്. ഇത് ക്ലിയർ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ ഈ ഗ്രഹങ്ങൾ വലിപ്പക്രമത്തിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് പണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ്. റിപ്പറ്റീഷൻ ഇസ് ദ മദർ ഓഫ് ടീച്ചിങ്. കേട്ട് മടുത്തോ? പഴയ കുട്ടികൾക്കൊക്കെ തറവായിരിക്കും. പുതിയ കുറച്ച് ആളുകൾ നമ്മളതിൽ വന്ന് ചേർന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട്. അവർക്ക് കൂടി ഇത് ഉപയോഗപ്രദമാകട്ടെ. അങ്ങനെയാണെങ്കിൽ അത് അഴിച്ചിട്ട് വലിപ്പക്രമത്തിൽ ഗ്രഹങ്ങളൊന്ന് എഴുതുക. ഇതിനിടയിൽ ഞങ്ങൾ ചിലതോടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താ പിന്നെ വൈഷ്ണവി ഇപ്പോൾ 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 സ്റ്റേറ്റുകൾ? ഒന്ന് സൗത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെലങ്കാന, പിന്നെ മധ്യപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മിസോറാമിലെ മുഖ്യമന്ത്രി ഓർമ്മയുണ്ട? ലാൽഡു ഹോമ. സോറം പീപ്പിൾസ് മൂവ്മെന്റ് അല്ലേ? ZPM. എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. വൈഷ്ണവി, നമുക്കിവിടെ 6 ദേശീയ പാർട്ടികളുണ്ട്. ഈ 6 ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഏറ്റവും വലുത് BJP തന്നെയാണ്. BJP ദേശീയ പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെയുള്ളത് നമ്മുടെ CPIM ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ആം ആദ്മി പാർട്ടി ഉണ്ട്. NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി. അത് മേഘാലയയിലാണ്. തീർന്നില്ലല്ലോ അല്ല? ഇനിയുള്ളത് BSP, ബഹുജൻ സമാജ് പാർട്ടി. ആനയടയാളം മായാവതിയുടെ പാർട്ടിയാണ്. അപ്പോൾ 6 ദേശീയ പാർട്ടിയുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ ഇവിടെ റെഡിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ബോർഡിൽ കാണുന്നത് ഗ്രഹങ്ങൾ വലിപ്പക്രമത്തിൽ. ആദ്യം ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിങ്ങൾ 8 ഗ്രഹങ്ങളെ നമ്മൾ മൈ വെരി ഏണസ്റ്റ് മദർ ജസ്റ്റ് ഷോ അസ് 9 പ്ലാനറ്റ് അത് ക്ലിയർ ആക്കി. ഇനി ഗ്രഹങ്ങൾ വലിപ്പക്രമത്തിലാണ് പറയാൻ പോണത്. പറഞ്ഞോളൂ. ഗ്രഹങ്ങൾ വലിപ്പക്രമത്തിൽ പറയാനുള്ള കോഡാണ് JSUN-EVMM. അതിൽ J എന്ന് പറയുമ്പോൾ ജൂപ്പിറ്റർ, ഏറ്റവും വലുത്. അതെ, ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. വലിപ്പക്രമത്തിലൊന്നും എഴുതിയിട്ടുണ്ടോ അവിടെ? വലിപ്പക്രമത്തിലൊന്നുകൂടെ ആയാലേ അതൊരു ക്ലിയർ ആവുള്ളൂ അല്ലേ? ഏറ്റവും വലിപ്പം അവർ വലിയ റൗണ്ടം കിട്ടാനും മതി. ആദ്യം 1-2 എണ്ണത്തിൽ വലിപ്പക്രമത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ. എന്നാൽ സൂര്യൻ അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. സൂര്യന്റെ ഏറ്റവും അകലെ നിൽക്കുന്ന ഏതാണ്? നെപ്റ്റ്യൂനാണ്. വലിപ്പത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ എന്ന് വെച്ചാൽ വ്യാഴം അല്ലേ? അതിന്റെ കോഡാണ്. നിങ്ങളൊരു പുതിയ കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, JSUN-EVMM. ഇത് 8 കോളം വരച്ചിട്ട് ആ കോളത്തിനകത്ത് JSUN-EVMM എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ശരി, പറയൂ.
അപ്പൊ ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ വ്യാഴം, അടുത്ത അതിന് തൊട്ട് താഴെയുള്ളത് സാറ്റേൺ ശനി, അടുത്തത് യുറാനസ്, വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം യുറാനസ്, നാലാം സ്ഥാനം നെപ്റ്റ്യൂൺ, അഞ്ചാം സ്ഥാനം എർത്ത് ഭൂമി, വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം. അപ്പോൾ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം ഭൂമിയാണെങ്കിൽ സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണ് ഭൂമി നിൽക്കുന്നത്? മൂന്നാം സ്ഥാനം. അപ്പോൾ 3, 5 അത് പ്രധാനപ്പെട്ടതാണ്. ശരിയല്ലേ യഥാർത്ഥത്തിൽ? ശരി. അടുത്ത ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് വീനസ്, ശുക്രൻ. അടുത്തത് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാർസ്, ചൊവ്വ. 8ാം സ്ഥാനത്ത് മെർക്കുറി. അപ്പൊ ഈ എം കൂടെ മാറി പോകില്ല, അതെന്ത് ചെയ്യും നിങ്ങൾ? ആദ്യം അത് ശരി. അടുത്തത് മെർക്കുറി. അപ്പൊ വലിപ്പത്തിൽ ഏറ്റവും ചെറുത് ഏത്? ബുധൻ, മെർക്കുറി. സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്? മെർക്കുറി. ഏറ്റവും വലിയ ഗ്രഹം ഏത്? ജൂപ്പിറ്റർ. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഏറ്റവും ചെറുത് മെർക്കുറി. ഏറ്റവും ചെറുത് ഏതാണ്? മെർക്കുറിയാണ്. വലിപ്പത്തിൽ ഭൂമിക്ക് എത്ര സ്ഥാനം ഉള്ളത് ഗ്രഹപട്ടികയിൽ? 5ാം സ്ഥാനം. എന്നാൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ എത്ര സ്ഥാനമാണ്? 3ാം സ്ഥാനത്താണ്. ശരി. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്. ഇതൊരു യഥാർത്ഥത്തിൽ റിപ്പറ്റീഷനാണ്. ഈ റിപ്പറ്റീഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞങ്ങൾ ഇതൊരിക്കൽ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. നിങ്ങളാരും പഴയ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരി. ഏതായാലും അത് നമ്മൾ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ജലം ഐസാകുന്ന താപനില എത്രയിലാണ് ജലം ഐസാകുന്നത്? അപ്പോൾ ഈ ജലത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണം. മനസ്സിലായല്ലോ? നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ജലമാണ്. ശരിയല്ലേ? ശരി, പറഞ്ഞോളൂ ജലത്തെക്കുറിച്ച്. ജലം ഐസാകുന്നത് 0 ഡിഗ്രി. 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലമാകുന്നത് എന്ത് തന്നെയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ശരി. ഇനി ജലം തിളയ്ക്കാനുള്ളത് ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളയ്ക്കാനുള്ള താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരി. അടുത്തത് പിന്നെ ജലത്തിന്റെ സാന്ദ്രത 4 ഡിഗ്രി. 4 ഡിഗ്രി. അത് ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 4 ഡിഗ്രി ജലത്തിന്റെ സാന്ദ്രത 4 ഡിഗ്രിയാണ്. 4 ഡിഗ്രി. അടുത്തത് പിന്നെ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ശരിയാണ്. 2ാം സ്ഥാനം മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. പിന്നെ ജലത്തെ കുറിച്ച് വേറെ എന്താ പറയുന്നത്? ഏറ്റവും വലിയ ശുദ്ധജലം ഏതാണ്? മഴവെള്ളമാണ്. മഴവെള്ളമാണ്. വേറെ എന്ത് പറയാനുണ്ട് ഈ വെള്ളത്തെ കുറിച്ച്? വെള്ളം ശുദ്ധജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ശുദ്ധജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻസൺ. ശരി. ആരാണ്? സൊറൻസൺ. ശരി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അളക്കുന്നത് എന്താണ്? ഡെസിബൽ. ശബ്ദത്തിന്റെ യൂണിറ്റ് അളക്കുന്നത് ഡെസിബൽ അനുസരിച്ചിട്ടാണ്. എന്താണ് ഹെർട്സ്? ആവൃത്തിയുടെ യൂണിറ്റ് ആണ്. അതിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങൾ ഓപ്ഷൻ നോക്കുകയാണ്. ഒരു ചോദ്യം വായിച്ചിട്ട് ഉത്തരം ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ശരി ഉത്തരവും നോക്കിയിട്ട് വേറെ 3 ഉത്തരങ്ങൾ, അതായത് BCD, അത് വേറെ ഏതോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. അതുകൂടെ നമ്മൾ നോക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. നിസ്സാര സംഗതിയല്ല. ആ റിസൾട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചും മറിച്ചും നോക്കി വിശകലനം ചെയ്ത് എഴുതിയെടുത്ത് പഠിച്ച് തുണ്ടാക്കി കൊണ്ടു നടന്ന് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ജോലി കിട്ടുന്നത്. ഈ കഠിനാധ്വാനം ചെയ്യാതെ ആർക്കും ജോലി കിട്ടില്ല, സംശയം വേണ്ട. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്താൽ കിട്ടാത്തവരാരുമില്ല. കിട്ടിയിരിക്കും. ശരി. അങ്ങനെയാണെങ്കിൽ ജൂൾ എന്തിൻ്റെ യൂണിറ്റാണ്? പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. ഡെസിബിൾ വാട്ട് പവറിന്റെ യൂണിറ്റാണ് വാട്ട്. ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? 746 വാട്ട്സ് ആണ് അല്ലേ? ശരി. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ശരി. അപ്പം നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ച് ഇവിടെ ഒന്ന് പരാമർശിക്കാം. ശരിയല്ലേ? മനുഷ്യനെ കുറിച്ചൊന്ന് പരാമർശിക്കാം. ശരി. ഹോമോസാപ്പിയൻസ് എന്നാണ് മനുഷ്യനെ അറിയപ്പെടുന്ന ആധുനിക മനുഷ്യൻ. പറഞ്ഞോളൂ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിക്കുകയാണെങ്കിൽ അത് കരളാണ്. ഇനി ശരി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണെങ്കിൽ അത് ത്വക്കാണ്. മെലാനിനാണ്. ഏറ്റവും വലിയ നീളമുള്ള അസ്ഥി ഏതാണ്? ഏറ്റവും നീളമുള്ള അസ്ഥി ഫീമർ, തുടയല്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ്. മനുഷ്യന് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206. കുട്ടികൾക്ക് അസ്ഥി കൂടുതലാണ് അല്ലേ? അല്ല, കൂടുതലാണ്. കൊച്ചു കുട്ടികൾക്ക് അസ്ഥിയുടെ എണ്ണം കൂടുതലാണ്. ശരി. അടുത്തത്, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്?
വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ. ഈ വൈറ്റമിൻ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശരി, ഷോർട്സ് എടുത്തിട്ടുണ്ട് വൈറ്റമിൻ. വൈറ്റമിൻ ശരി. അപ്പോൾ വൈറ്റമിനെ കുറിച്ച് 2-3 വാക്കും സംസാരിച്ചതിന് ശേഷം അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. പറയും വൈറ്റമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വൈറ്റമിൻ എ എന്ന് പറയുന്നതാണ് നമ്മുടെ റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ്. നിശാന്തത ഇതിനൊക്കെ അല്ലെങ്കിൽ നിശാന്തത കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വൈറ്റമിൻ ബി ആണെങ്കിൽ ബെറിബെറി. വൈറ്റമിൻ ബി അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. വൈറ്റമിൻ സി പ്രധാനപ്പെട്ടതാണ്. അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്ത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇതെന്ന് പറയുന്നത് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. അത് ശരിയാണ്. അതുപോലെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാൽസിഫെറോൾ വൈറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ. ഇനി അടുത്തത് വൈറ്റമിൻ ഇ. ഇ എന്ന് പറയുന്നത് സ്റ്റെറിലിറ്റിക്ക് കാരണമാകുന്ന വൈറ്റമിൻ ആണ്. ഡെഫിഷ്യൻസി ആണ് ഇത്. സോറി, വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ആണ് എന്ന് പറയുന്നത് സ്റ്റെറിലിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? വന്ധ്യത. അതെ, നമ്മളെപ്പോഴും പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ക്ലിയർ ആയിട്ട് ഒരുപക്ഷെ ആൾക്ക് സംശയം വരരുത്. ശരി, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലത്തെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? മദ്യപിച്ചാൽ ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. വേറെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. എന്നാൽ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. പിന്നെ സെറിബെല്ലത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ DPT വാക്സിനുമായി ബന്ധപ്പെട്ടതാണ്. DPT വാക്സിനുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് ഡിഫ്തീരിയ ബാധിക്കുന്നത് DPTയുമായി ബന്ധപ്പെട്ടതാണോ? ശരിയാണ്. പോളിയോയ്ക്കുള്ള പിന്നെ വാക്സിനായിട്ട് DPTയെ കണക്കാക്കാമോ? കണക്കാക്കാൻ പറ്റില്ല. ടെറ്റനസ് ശരിയാണ്, വാക്സിനാണ്. വില്ലൻ ചുമ അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് പോളിയോയ്ക്കാണ്. അതാണല്ലോ നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടുത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. ഒന്ന്, ഓറൽ പോളിയോ കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് സാബിൻ. എന്നാൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോനസ് സാൽക്ക്. ജോനസ് സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. 1955-ലാണ്. അത് എന്നാൽ ഓറൽ പോളിയോ കണ്ടുപിടിച്ചത് 1961-ലാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. ശരി, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഏതിൻ്റെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന? തെങ്ങിൻ്റെയാണ്. തെങ്ങിൻ നല്ല മുന്തിയ ഇനം തെങ്ങിൻ തൈകളാണ് അല്ലേ? മലയൻ ഡോർഫും കൊച്ചിൻ ചൈനയും. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പപ്പായ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പേരയ്ക്ക, പപ്പായ ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി റബ്ബറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ റബ്ബറിൻ്റെ കറയ്ക്ക് പറയുന്ന പേരാണ് ലാറ്റക്സ്. റബ്ബർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളം. 94%. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 94% എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റബ്ബർ ബോർഡ് എവിടെയാണ്? കോട്ടയമാണ്. പിന്നെ ഈ അടുത്ത കാലത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൽ എനിക്കും യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ കിട്ടാതെ പോയി. ആരാണ് ഈ ജോൺ ജോസഫ് മർഫി? ആരാണ് ജോൺ ജോസഫ് മർഫി? കേട്ടോ, ജോൺ ജോസഫ് മർഫി. ഇദ്ദേഹം 1902-ൽ തട്ടേക്കാട്ട് റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങി. റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങി. ആര്? ജോൺ ജോസഫ് മർഫി 1902-ൽ. ഇവിടെ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. അതാണ് സലിം അലി പക്ഷിസങ്കേതം. ഈ തട്ടേക്കാട് പക്ഷിസങ്കേതം ഏത് താലൂക്കിലാണ്? കോതമംഗലം താലൂക്ക്. മനസ്സിലായി? ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ അന്ന് ആ ക്വസ്റ്റ്യൻ നമ്മളെ കുട്ടിയെ കിട്ടിയില്ല. തട്ടേക്കാട് പക്ഷിസങ്കേതം കോതമംഗലത്താണെന്ന് നമ്മുടെ കുട്ടിയൊക്കെ എഴുതാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. ഞങ്ങളീ പറയുന്നത് ഞങ്ങളെല്ലാം പൂർണ്ണമായി ഇതൊക്കെ അറിയാവുന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടില്ല. ഞങ്ങളിതിൻ്റെ എൻസൈക്ലോപീഡിയ അല്ല, ഞങ്ങളിതിൻ്റെ ശിശുക്കളാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? അടുത്തൊരു ക്വസ്റ്റ്യൻ,
മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അസുഖത്തിന് പറയുന്ന പേരെന്താണ്? തിമിരം. കാറ്ററാക്ട്, തിമിരം. ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. കണ്ണിനെ കുറിച്ച് വേറെ എന്താണ് പറയാനുള്ളത്? കണ്ണിന്റെ ഭാരം എത്രയാണ്? 6 ഗ്രാമാണ്. 6 ഗ്രാം. വളരാത്ത ഒരു അവയവമാണ് ഏത്? കണ്ണെന്ന് പറയുന്നത്. ശരിയല്ലേ? കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് നമ്മൾ കെരാറ്റോപ്ലാസ്റ്റി എന്ന് അറിയപ്പെടുന്നത്. ശരി. അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് അറിയപ്പെടുന്നത്. ശരി. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ആരംഭിച്ചു. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? വാൻകാരി മാതായി. ആരാണ് ഈ വാൻകാരി മാതായി? പരിസ്ഥിതി പ്രവർത്തകയാണ്. എവിടത്തെ? കെനിയയിലെ. കെനിയ ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. നെയ്റോബിയാണ് തലസ്ഥാനം. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്, രാജ്യങ്ങൾ കൂടുതലുള്ളത്. പരിസ്ഥിതി പ്രവർത്തക. പക്ഷേ ഇതിനകത്ത് ഓപ്ഷനിൽ വേറൊരെണ്ണം കൂടിയുണ്ട്, റേച്ചൽ കാഴ്സൺ. ആരാണ് ഈ റേച്ചൽ കാഴ്സൺ? DDTയുടെ ഉപയോഗം ഇതിനെതിരായി. DDT ഉപയോഗിക്കാൻ പാടില്ല, അത് സർവനാശം ഉണ്ടാക്കും, പരിസ്ഥിതിക്കും പ്രകൃതിക്കും ഒക്കെ അത് നാശം ഉണ്ടാക്കും എന്ന് പറഞ്ഞതാണ് റേച്ചൽ കാഴ്സൺ. അവരുടെ പുസ്തകത്തിന്റെ പേരാണ് സൈലന്റ് സ്പ്രിംഗ്. അവരുടെ പുസ്തകത്തിന്റെ പേരാണ് സൈലന്റ് സ്പ്രിംഗ്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വളരെ സന്തോഷം. അടുത്തത്, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുക്കൾ ഒരു 12 മുതൽ 20 ദിവസം വരെയാണ് അതിന്റെ ആയുസ്, ലൈഫ് സ്പാൻ അല്ലേ? 12 മുതൽ 20 വരെ. അങ്ങനെയാണെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസം. പ്ലേറ്റ്ലെറ്റുകളുടെ ആണെങ്കിലോ 7 മുതൽ 10 ദിവസം വരെ. ഏകദേശം 7 മുതൽ 10 ദിവസം വരെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. 1984 കാസർഗോഡ് രൂപീകരിച്ചത്. കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് അല്ലേ? ഏറ്റവും വടക്കുള്ള ജില്ലയാണ് ഏത്? കാസർഗോഡിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചന്ദ്രഗിരി പുഴ. മഞ്ചേശ്വരം പുഴയും കാസർഗോഡാണ് അല്ലേ? ഏറ്റവും തെക്കുള്ളത് നെയ്യാറാണ്. അത് നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നോക്കൂ, പിന്നെ മലയാളത്തിലൊരു ക്വസ്റ്റ്യനകത്ത് കിടക്കണം, നമുക്ക് വിട്ടിട്ട് പോകണ്ട. ധനാശ പാടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. നമ്മൾ എല്ലാം കയറി പിടിക്കണം. മലയാളം നമുക്ക് വ്യാകരണം ഞാൻ പറയുന്നില്ല, വ്യാകരണം പറയാൻ പ്രാപ്തരായ ഐശ്വര്യയും നമ്മുടെ മോഹൻ സാറോ കൊള്ള സ്ഥിതിക്ക് നമ്മളിത് പറഞ്ഞത് ശരിയല്ല. ധനാശ പാടുക, അവസാനിപ്പിക്കുക. ഉമ്മാച്ചു എന്ന് പറയുന്ന ഒരു നോവലാണ്. ഉമ്മാച്ചു. നിങ്ങൾ പറയാനുള്ളത്, ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ ആരെഴുതിയതാണ്? കഥാപാത്രങ്ങൾ ആരാണ്? ഉമ്മാച്ചു എഴുതിയ ആളിൻ്റെ തൂലികാനാമം ഉണ്ടെങ്കിൽ അതെന്താണ്? അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഏതാണ്? അതുകൊണ്ട് അത് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഐശ്വര്യ വേണമെങ്കിൽ പറയട്ടെ. ഐശ്വര്യ തന്നെ പറയണം അല്ലേ? ശരി, പറയൂ. ഉമ്മാച്ചു എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. ഉറൂബിന്റെ യഥാർത്ഥ പേരാണ് PC കുട്ടിക്കൃഷ്ണൻ. ശരി. ഉമ്മാച്ചു എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. ഉമ്മാച്ചുവിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മായൻ, ബീരാൻ. ഉമ്മാച്ചു അതിലെ കഥാപാത്രമാണ് മായൻ, ബീരാൻ. ഇനി ഉറൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത്. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി 1921. പൂക്കോട്ടൂർ കലാപം 1921. ശരി. അങ്ങനെയാണെങ്കിലേ ഇവിടെ കോരൻ കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? അതെ, രണ്ടിടങ്ങഴി. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കഥാപാത്രമാണ് കോരൻ ചിരുത. പിന്നെ ഇതിനകത്ത് ചുടലമുത്തു എന്ന കഥാപാത്രം, തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു. തോട്ടിയുടെ മകൻ എഴുതിയത് തകഴി ശിവശങ്കര പിള്ള അല്ലേ? തോട്ടിയുടെ മകൻ. ആഷാ മേനോൻ എന്ന് പറയുന്ന ഒരു തൂലികാനാമമാണ് ആഷാ മേനോൻ. ഈ ആഷാ മേനോൻ എന്ന് പറയുന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കെ ശ്രീകുമാർ. അങ്ങനെയാണെങ്കിൽ പാറപ്പുറത്ത് കെ മത്തായി, കോവിലൻ വി അയ്യപ്പൻ. പിന്നെ പറയൂ നിങ്ങൾ. നന്ദനാർ പി സി ഗോപാലൻ. നന്ദനാർ പി സി ഗോപാലൻ. ചെറുകാട് ഗോവിന്ദ പിഷാരടി. ശരിയല്ലേ? ശരി. അടുത്തത് രാജപാത എന്ന
ഒരു കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എഴുതിയത് ചെമ്മന ചാക്കോയാണ്. ആരാണ്? രാജപാത. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നപ്പോൾ കുട്ടികൾ വിളിച്ചു ചോദിക്കും, സാർ ഈ രാജപാത എഴുതിയത് ആരാണ്? എനിക്കറിയാമോ? എല്ലാം അറിഞ്ഞൂടെന്നുള്ളത് സത്യമല്ലേ? രാജപാത എനിക്കറിയില്ലായിരുന്നു. ചെമ്മന ചാക്കോ ഹാസ്യ സാഹിത്യകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. ചെമ്മന ചാക്കോ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ചെമ്മന ചാക്കോ. വാഷ് ഡർട്ടി ലിനൻ ഇൻ പബ്ലിക്, മലയാളത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വാഷ് ഡർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? വിഴുപ്പലക്കുക. അത് പലതും ഇതിനകത്ത് നനഞ്ഞിടം കുഴിക്കുക, കൈ കഴുകുക, വിഴുപ്പലക്കുക. അങ്ങനെയാണെങ്കിൽ ഹോം ട്രൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്രിയ സത്യം. ശരി. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ് അല്ലേ? കേരളത്തിലെ ആകെ നദികൾ എത്ര? 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര? 41. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പാമ്പാർ. അതിലെ ഈ കബനി നദി ഏത് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്? വയനാട്. ഭവാനി പാലക്കാട്. പിന്നെ പാമ്പാർ ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിനി പമ്പ എന്നും പേരാറെന്നും പിന്നെ നിള എന്നും ശോകനാശിനി പുഴയും എന്നൊക്കെ പറഞ്ഞ ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലേ? 209 കിലോമീറ്റർ അല്ലേ? 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മളെ വള്ളത്തോൾ നഗർ അല്ലെങ്കിൽ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. മാമാങ്കം നടക്കുന്ന 12 വർഷത്തിലേക്ക് തിരുനാവായ അത് എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ശരി. അപ്പോൾ അത് നമ്മൾ പിന്നെ 44 നദികൾ പറഞ്ഞു. കരമനയാറ്റിലാണ് നമ്മുടെ ജില്ലയിലുള്ള പേപ്പാറണക്കെട്ട്. ഈ പേപ്പാറണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് അരുവിക്കര ഡാം. ഇപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ആളിന് ഈ അരുവിക്കര ഡാം അറിഞ്ഞൂടാ? അവിടുത്തെ ഒരു ഡാം ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അരുവിക്കര ഡാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളം തിരുവനന്തപുരം സിറ്റിയിൽ അല്ലേ വെള്ളം എത്തിക്കാനുള്ളതാണ്. അത് ഏത് നദിയിൽ തന്നെയാണ്? അരുവിക്കര ഡാം എന്ന് പറയുന്നത് കരമനയാറ്റിലാണ്. ഏത് ആറ്റിലാണ്? കരമനയാറ്റിലാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം 1721 ആറ്റിങ്ങൽ കലാപം നടന്നു. ഏപ്രിൽ 15. ഈ ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അത് ഏത് നദിയുടെ തീരത്താണ്? വാമനപുരം നദിയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണ്? വാമനപുരം നദിയുടെ തീരത്താണ് ആ പ്രശ്നങ്ങളൊക്കെ നടന്നതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത് ഹിമാലയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം. എല്ലാവർക്കും അറിയാം. ഹിമാലയം പിന്നീട് ഹിമാലയത്തിന് അതിൻ്റെ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഏറ്റവും മൂളറ്റത്തുള്ള ഏതാണ്? ഹിമാദ്രി. ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, വിശേഷണം. ഹിമാലയത്തിന്റെ നട്ടല്ലേ? രണ്ടാമത്തെ ഏതാണ്? ഹിമാചൽ. മൂന്നാമത്തത് സിവാലിക്കാണ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഡൽഹി സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ വംശാവലി നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാം താൻ എഴുതുമ്പോഴത്തേക്കും. ശരി, താഴത്തെ അക്ഷരങ്ങൾ എഴുതിയാൽ മതി, അത് വായിച്ചിട്ട്. പിന്നെ ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങിയത് 1206 മുതൽ 1526. 1526 പ്രത്യേകത എന്താണ്? പാനിപ്പട്ട് യുദ്ധം. പാനിപ്പട്ട് എവിടെയാണ്? പാനിപ്പട്ട് ഹരിയാനയിലാണ്. 2. അപ്പോൾ 1206 മുതൽ 1526 വരെ ഡൽഹി സുൽത്താനേറ്റ്. 1526 മുതൽ 1858 വരെ മുഗൾ സാമ്രാജ്യം. 1858 മുതൽ 1947 വരെ ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു ഇന്ത്യയിൽ നിലവിലിരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൽഹി സുൽത്താനേറ്റ് 1206 തുടങ്ങിയത് അല്ലേ? ആ ഡൽഹി സുൽത്താനേറ്റിൻ്റെ വംശാവലി ആണ് നമ്മുടെ ഈ ബോർഡിൽ ഐശ്വര്യം എഴുതുന്നത്. അവിടെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡൽഹി സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? അടിമ, തുഗ്ലക്, ഖിൽജി, സയ്യിദ്, ലോധി. അടിമ, സയ്യിദ്, തുഗ്ലക്, ഖിൽജി, ലോധി. അങ്ങോട്ട് ഞാൻ തിരിച്ചു മറിച്ചു വിട്ടിരിക്കുകയാണ്. ABCD. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടികൾ ചിലതായിട്ട് വിഷമിക്കരുത്, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, എന്തിനാണ് വിഷമിക്കുന്നത്? ശരി, ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു കോഡാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ആ കോഡ് അഖിദു സലോ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഏത് കോഡ് പഠിക്കണം? അഖിദു സലോ. മൈ വെരി ഏണസ്റ്റ് മദർ ജസ്റ്റ് ഷോസ് 9 പ്ലാനറ്റ്സ്. പിന്നെ ജേസൺ EVM. ഇന്നത്തെ അടുത്ത
പരിപാടിയിലേക്ക് ഐശ്വര്യ കിടക്കുകയാണ്. പറയൂ ഐശ്വര്യ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡൽഹി സുൽത്താനേറ്റിൽ ഉൾപ്പെടുന്ന വംശങ്ങളാണ് നമ്മൾ എഴുതിയത്. കോഡ് അഖിദു സലോ. ശരി, ആദ്യത്തെ വംശം ഏതാണ്? 1206 അടിമ വംശം. അതേ തുടർന്ന് രണ്ടാമത് വന്ന ഡൽഹി സുൽത്താനേറ്റാണ് ഖിൽജി വംശം. അതിനുശേഷം തുഗ്ലക് വംശം. അതിനുശേഷം സയ്യിദ് വംശം. അതിനുശേഷം ലോധി വംശം. അപ്പൊ ഇവിടുത്തെ കോഡ് ഡി കോഡിയാണെന്ന് വായിക്കാം. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. അഖിദ് സലോ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? അഖിദ് സലോ എന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് അത് നോക്കിയാൽ മതി. ചിലപ്പോൾ മൂന്നാമത്തെ രാജവംശം എന്ന് ചോദിക്കാം, ആദ്യത്തെ എന്ന് ചോദിക്കാം, അവസാനത്തെ എന്ന് ചോദിക്കാം. അവസാനത്തത് പിന്നെ ലോധി വംശമാണ്. ലോധി വംശത്തിലെ അവസാനത്തെ രാജാവാണ് ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയാണ് ബാബർ തോൽപ്പിച്ചത്. ഏത് യുദ്ധത്തിൽ? പാനിപ്പട്ട് യുദ്ധത്തിൽ. പാനിപ്പട്ട് എവിടെയാണ്? ഹരിയാനയിലാണ്. കുരുക്ഷേത്രം എവിടെയാണ്? ഹരിയാനയിലാണ്. ശരി. ഈ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൃഷ്ണദേവരായർ അദ്ദേഹം ഏത് പിന്നെ വിഭാഗത്തിൽപ്പെടുന്നു, രാജവംശത്തിൽപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. ഏത് വംശത്തിലാണ്? തുളുവ വംശത്തിലാണ്. തുളുവ വംശം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയനഗര സാമ്രാജ്യം എവിടെയായിരുന്നു, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിവരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ലതായിരിക്കും. ശരി, പറഞ്ഞോളൂ. വൈഷ്ണവി പറയും. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗര സാമ്രാജ്യം 1336. ശരി. ഇനി അതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ഹംപി, കർണാടകയിലെ ഹംപി ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര നദിയുടെ തീരത്ത്. അതുപോലെ നമ്മുടെ 50 രൂപ നോട്ടില് പ്രതിപാദിച്ചിരിക്കുന്ന ചിത്രവും ഏത് തന്നെയാണ്? ഹംപി തന്നെയാണ് 50 രൂപ നോട്ടില്. പിന്നെ കൃഷ്ണദേവരായ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് കൃഷ്ണദേവരായ. ശരി. തുളുവ വംശം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി. ഈ തുംഗഭദ്ര നദി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലൂടെ പോയതാണെന്ന് അറിയാം. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം, നേരത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാർ നമ്മുടെ രാജ്യത്ത് ക്ഷയിക്കാനുള്ള ഒരു കാരണം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ്. അവരുമായിട്ട് വളരെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു പോർച്ചുഗീസുകാർ. അത് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് എവിടെയെന്നാണ് പറഞ്ഞത് നമ്മൾ? ഹംപി. അത് ഏത് സ്റ്റേറ്റിലാണ്? കർണാടകത്തിലാണ്. വിജയനഗര സാമ്രാജ്യം അവസാനം നശിക്കാനുള്ള കാരണം അവിടെ നടന്ന യുദ്ധമാണ്, തളിക്കോട്ട യുദ്ധം. ഏത് യുദ്ധമാണ്? തളിക്കോട്ട യുദ്ധം നടന്നത് 1565. തളിക്കോട്ട യുദ്ധം നടന്നത്. അതിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ പരാജയപ്പെടുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. ഈ കബനി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിക്കുന്ന്. കാവേരി ഉത്ഭവിക്കുന്നത് തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. പിന്നെ ഈ കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിക്കുന്ന് വയനാടാണ്. വയനാടിനെ കുറിച്ച് 2-3 പോയിന്റ് പറയാമോ? നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്നാലും റിപ്പറ്റേഷൻ ആയിക്കോട്ടെ. വയനാട് കുറുവാദ്വീപ്. പിന്നെ പൂക്കോട്ടൂർ തടാകം എവിടെയാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം എവിടെയാണ്? വയനാടാണ്. വയനാടിന്റെ ആസ്ഥാനം കൽപ്പറ്റയാണ്. പിന്നെ ഗയ എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. പിന്നെ വയനാട് അമ്പുകുത്തിമല എവിടെയാണ്? വയനാട്. ചെമ്പ്ര ഹിൽസ് എവിടെയാണ്? വയനാടാണ്. പിന്നീട് ഹൃദയ തടാകം എവിടെയാണ്? വയനാടാണ്. പിന്നെ അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ്? വയനാടാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രമായ അമ്പലവയൽ എവിടെയാണ്? വയനാടാണ്. അപ്പോൾ വയനാടിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചത്. എന്ത് പറഞ്ഞാലും നമുക്ക് ചിലത് പറയാനുണ്ട്. ശരിയല്ലേ? ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. അഹോം രാജവംശം ഭരിച്ചത് എവിടെയാണ്? ആസാമിലാണ്. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റുകളിൽ ഏറ്റവും ജനസംഖ്യ ഉള്ളത് ഏതാണ്? ആസാമാണ്. ഏറ്റവും വലിപ്പമുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അഹോം രാജവംശം ഭരിച്ചിരുന്ന എവിടെയാണ്? ആസാമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ് ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ശരി. അങ്ങനെയാണെങ്കിൽ ബിഹു ആസാമിന്റെ നൃത്തരൂപമാണെങ്കിൽ സാത്രിയ ക്ലാസിക്കൽ പദവിയുള്ള ഒരു നൃത്തരൂപമാണ് സാത്രിയ. അത് ആസാമിന്റെയാണ്. റൌഫ്
ഒരു നൃത്തരൂപമാണ്. ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീരിലെയാണ്. തമാശ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലാണ്. ശരി, വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? കുച്ചിപ്പുടി, കുച്ചിപ്പുടി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഭരതനാട്യം തമിഴ്നാട്, തമിഴ്നാടാണ്. എന്നാൽ മോഹിനിയാട്ടം, കേരളം, കഥകളിയൊക്കെ എവിടെയാണ്? കേരളത്തിൻ്റെയാണ് കലാരൂപമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത്, കേരളത്തിലെ നിത്യഹരിതവനമായ സൈലന്റ് വാലി ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ കേട്ട് ചിരിക്കുകയായിരിക്കും, ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരമല്ലേ. സൈലന്റ് വാലിയെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറയുക. അത് സൈലന്റ് വാലി പ്രഖ്യാപിച്ചത്, ഉദ്ഘാടനം ചെയ്തത് ജില്ല, ഏത് ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ്, ഏത് താലൂക്കിലാണ്, സിംഹവാലൻ കുരങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെന്നുള്ളതെല്ലാം പറയുക. ഇതിപ്പോൾ നമ്മളെ ശ്രോതാക്കൾ തന്നെ അവസാനം പറയും എന്താണെന്നറിയാം, ഓ അവിടെ പോയിട്ട് കാര്യമില്ല, റിപ്പറ്റീഷൻ തന്നെ. കുറച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ ആദ്യം അറിഞ്ഞൂടാ. ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആദ്യം ഇരിക്കുന്ന കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ. കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും ഇംഗ്ലീഷ് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വരുമ്പോഴേ അറിയാമായിരുന്നു എന്ന് പറയുന്ന ഒരു മട്ടാണ്. ശരി, സൈലന്റ് വനത്തെക്കുറിച്ച് സംസാരിക്കൂ. സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരു ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ശരി, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിച്ചതാരാണ്? ഇന്ദിരാഗാന്ധി 1984 സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചത്. ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് 1985. സൈലന്റ് വനം എന്നറിയപ്പെടുന്ന ഏതാണ്? സൈലന്റ് വാലിയാണ്. അവിടെ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാണ്? തൂതപ്പുഴ. തുടങ്ങാൻ ഉദ്ദേശിച്ചത് കുന്തിപ്പുഴയിലാണ്. അങ്ങനെയാണെങ്കിലേ ഈ സിംഹവാലൻ കുരങ്ങ് കാണുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ശരി, സൈലന്റ് വാലിയെ കുറിച്ച് വേറെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പേര് നൽകിയ വ്യക്തി റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ്. വേറെ സൈലന്റ് വാലി കന്യാവനമാണ്. ഗുരുസാഗരം OV വിജയന്റെ. അതൊന്നുകൂടെ പറയൂ വ്യക്തമായിട്ട്. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ എഴുതിയ നോവലാണ് ഗുരുസാഗരം. ശരി, അപ്പോൾ നമുക്കത് അവിടെ നിർത്തിയിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. മറ്റൊന്ന്, പഴശ്ശിരാജയുടെ ഐതിഹാസികമായ സമരത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു നോവലാണ് കേരള സിംഹം. നിങ്ങൾ കേരള സിംഹം എന്നുള്ള നോവലിനെ കുറിച്ച്, ആ എഴുത്തുകാരനെ കുറിച്ച് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ശരി, പറഞ്ഞോളൂ. പഴശ്ശി കലാപം നടക്കുന്നത് 2 ഘട്ടങ്ങളിലാണ്. 1793-97, അതുപോലെ 800-805. ശരി, രണ്ട് പഴശ്ശി കലാപം. അതുപോലെ പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് 1805 നവംബർ 30-നാണ്. ശരി, നവംബർ 30-ന് മാവിലാന്തോട്. അതിന് നേതൃത്വം കൊടുത്ത തലശ്ശേരി സബ് കളക്ടർ TH ബേബർ. ശരി, ഉദ്യോഗസ്ഥനാണെങ്കിൽ ആർതർ വെല്ലസ്ലി ആദ്യം. ശരി, ഇനി ഇദ്ദേഹത്തിനെ പറ്റി എഴുതിയ കൃതിയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ നോവലാണ് കേരള സിംഹം. ആരെഴുതിയത്? സർദാർ KM പണിക്കർ. അടുത്തത്, സർദാർ KM പണിക്കരെ പറ്റി പറയുമ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് സർദാർ KM പണിക്കർ. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ 2 ചൈനയിൽ, രണ്ട് ചൈനയിൽ ഒരു പുസ്തകത്തിന്റെ പേരാണ്. പിന്നെ പറങ്കി പടയാളികൾ, അതും അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഈ പറങ്കികൾ എന്ന് പറഞ്ഞ ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. പറങ്കികൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ 1953 ഫസൽ അലി കമ്മീഷനിൽ അംഗമായിരുന്നു സർദാർ KM പണിക്കർ. അതിൽ അംഗം എത്ര പേരുണ്ടായിരുന്നു? ഫസൽ അലി, HN കുൻസു, സർദാർ KM പണിക്കർ. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഫസൽ അലിയാണ്. എന്തായിരുന്നു ആ കമ്മീഷൻ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനാണ്. അവസാനം അദ്ദേഹം ഭാഷാടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്തു. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് 55. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയതെന്നാണ് 56 നവംബർ 1 എത്ര സ്റ്റേറ്റുകളൊന്നും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും വന്നു. പിന്നെ സാഹിത്യ അക്കാദമി രൂപീകരിച്ച 1956. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കർ ആയിരുന്നു എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത്, താഴെ പറയുന്ന ജോഡിയിൽ തെറ്റ് ഏതെന്നാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരടുത്ത് ചോദിക്കും. ആണവ നിലയങ്ങളാണ്. താരാപൂർ മഹാരാഷ്ട്ര, ശരിയാണോ? ശരിയാണ്. അടുത്തത്, നറോറ ഉത്തർപ്രദേശ്, ശരിയാണ്. അടുത്തത്, കൽപ്പാക്കം കർണാടക, തമിഴ്നാട്ടിലാണ്. അടുത്തത്, കൈഗ കർണാടക. അപ്പോൾ ആ പ്രസ്താവനയിൽ ഒരെണ്ണം തെറ്റിയത് നിങ്ങൾ കൈയുടൻ തിരുത്തി. നിങ്ങൾ തിരുത്തിയത് കൽപ്പാക്കം കർണാടകത്തിലല്ല, കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ളത്. ഇവിടെ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ബംഗാൾ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും ഉണ്ട്, ഈസ്റ്റ് ബംഗാളും ഉണ്ട്. മനസ്സിലായി? ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ബംഗ്ലാദേശ്, അല്ലെങ്കിൽ പഴയ പൂർവ്വ പാകിസ്ഥാൻ, അതാണ് ഈസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പശ്ചിമ ബംഗാൾ, നമ്മുടെ മമതാ ബാനർജിയും CV ആനന്ദ ബോസും ഒക്കെ ഉള്ള പ്രദേശം. ശരിയല്ലേ? ഇന്ത്യ ഒന്നായി കിടക്കുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിന് മുമ്പ് ഈ ബംഗ്ലാദേശും നമ്മളെ പശ്ചിമ ബംഗാൾ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുകയായിരുന്നു. ശരിയല്ലേ? അന്ന് ഫാക്ടറി മുഴുവനും നമ്മുടെ ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലായിപ്പോയി. അവിടെയാണ് ഈ ചണം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ ചണം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എവിടെയാണ്? പൂർവ്വ ബംഗാൾ, പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ. അപ്പോൾ ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും സ്വാതന്ത്ര്യം കിട്ടിയ മാർക്ക് കിട്ടി ബംഗ്ലാദേശിന് കിട്ടി. ഈ പൂർവ്വ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന് കിട്ടി. മില്ലുകളെല്ലാം എവിടെ അവശേഷിച്ചു? ഇന്ത്യയിൽ അവശേഷിച്ചു. എന്നിരുന്നാലും ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. ഈ ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് ഏതിനാണ്? ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. കോട്ടൺ ഓഫ് പോളിസ് മുംബൈയാണ്. കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്ന ഏതാണ്? മുംബൈയാണ്. ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? ചൗവൻലായി ആണ്. ചൗവൻലായിയും വേറെ ആരുടെയാണ് ഒപ്പുവെച്ചത്? എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? പീക്കിങ്ങിൽ വെച്ച്. വർഷം ഏതാണ്? 1954 ഏപ്രിൽ 21. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചശീല തത്വം. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പേരെന്താണ്? ചേരിചേരാ നയം. ചേരിചേരാ നയം ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പേരെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. 1964 വരെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അദ്ദേഹം മരിക്കുന്നത് വരെ. അടുത്തത്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. റിസർവ് ബാങ്ക് സ്ഥാപിച്ചതെന്നാണ്? 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തതെന്ന്? 1949 ജനുവരി 1. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ദേശസാൽക്കരിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്കാണ്. പിന്നീട് ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്ത എത്ര ബാങ്കുകൾ ഇപ്പോൾ ഉണ്ട്? 12 ബാങ്കുകളുണ്ട്. എത്ര ബാങ്കുകളുണ്ട്? 12 ബാങ്ക്. ഒന്നിനോട് കൊച്ചു ക്വസ്റ്റ്യൻ. ADB സ്ഥാപിച്ചത് 1966 അത് ഫിലിപ്പീൻസിലെ മാനിലയിലാണ്. നബാർഡ് രൂപീകരിച്ചത് 1982 ജൂലൈ 12 82 ശിവരാമൻ കമ്മിറ്റി ശുപാർശ പ്രകാരം. അല്ലെ, ബോംബെയാണ് അതിൻ്റെ ആസ്ഥാനം. ശരി, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയതാണ്. തൊഴിലുറപ്പ് നിയമമാണ്. 2005 നിലവിൽ വന്നത് 2006. MGNREGA ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശത്തിന് മാത്രമുള്ളതാണ്. ഒരു കുടുംബത്തിന് എത്ര ദിവസത്തെ ജോലിയാണ്? 100 ദിവസത്തെ ജോലിയാണ്. കേരളത്തിൽ അതിന്റെ ഒരു ദിവസത്തെ വേതനം എത്രയാണ്? 333 രൂപയാണ്. വേതനം കിട്ടുന്ന ആരുടെ പേരിലാണ്? സ്ത്രീയുടെ പേരിലാണ്. സ്ത്രീ തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ആ സ്ത്രീയുടെ പേരിലായിരിക്കും അതിന്റെ വേതനം കിട്ടുക എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പോൾ അരുൺകുമാർ മിശ്ര. അതിൽ അംഗങ്ങൾ 5+1 അല്ലെ, 6 പേര്. 5 അംഗങ്ങളും ഒരു ചെയർമാനുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 24. ഇതിനകത്ത് ആർട്ടിക്കിൾ 21 ഉണ്ട്. എന്താണ്? ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 16 ഉണ്ട്, അവസര സമത്വം. ആർട്ടിക്കിൾ 23 ഉണ്ട്, ചൂഷണത്തിന് മനുഷ്യക്കടത്ത്, ചൂഷണത്തിനെതിരായിട്ടുള്ളത്. 23, 24 ചൂഷണത്തിനെതിരായിട്ടുള്ളതാണ്. മൗലികാവകാശത്തെ സംബന്ധിച്ച് മൗലിക അവകാശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം ബാലവേല. ഈ ബാലന്മാർ എത്ര വയസ്സാണ്? ഭരണഘടനയിൽ 14 വയസ്സിന് താഴെയുള്ളവരാണ് ബാലന്മാരെന്ന് പറയുന്നത്. എന്നാൽ പോക്സോ നിയമത്തിലാണെങ്കിലോ? പോക്സോ നിയമത്തിൽ 18 വയസ്സിന് താഴെയുള്ളവരാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എത്ര വയസ്സ് കഴിയണം? 18 വയസ്സ് കഴിയണം. എന്നാൽ മദ്യം വാങ്ങാൻ എത്ര വയസ്സ് കഴിയണം? 23 വയസ്സ് കഴിയണം. 23 വയസ്സ് കഴിഞ്ഞാലേ മദ്യം വാങ്ങാൻ പോകാവൂ. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ. സുഹൃത്തുക്കൾ, മനസ്സിലാക്കാനുള്ള ഞങ്ങളൊരു ചെറിയ ക്ലാസ്സാണ് ഇവിടെ എടുത്തത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വെട്ടി തുറന്നെഴുതണം. നിങ്ങൾ പറയണം, ഇത് തൃപ്തികരമല്ലെങ്കിൽ തൃപ്തികരമല്ല എന്ന് പറയണം. തൃപ്തികരമാണെങ്കിൽ തൃപ്തികരമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് യാതൊരു വിധമായ മുഖസ്തുതിയും ഞങ്ങൾക്ക് ആവശ്യമില്ല.
സാധാരണ ഞങ്ങൾ സാധാരണക്കാരുടെ മക്കളടുത്താണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ നിഷ്കളങ്കരാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ഇതിനനുസരിച്ച് അടുത്ത ക്ലാസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും.